BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയലോ കോലാനി, തൊടുപുഴ. The Log Studio, Jesus Tower, മുതലക്കോടം. ഫോൺ 9947973577. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരും. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. ഇടുക്കി ചെറുകിട വ്യവസായി സഹകരണ സംഘം, ന്യൂമാൻ കോളേജിന് സമീപം, തൊടുപുഴ ഈസ്റ്റ്. ഫോൺ 04862 222290. മൊബൈൽ 8078 222290. ജുവൽസ്, തൊടുപുഴ, കോതമംഗലം, പോത്താനിക്കാട്. ഉറച്ച ചുവടുകൾ, ഉത്തമ വിശ്വാസത്തോടെ ലൂണാസ് ഹവായ് ചപ്പൽസ്. ഇനി ചൂടിൽ നിന്നും അൺലിമിറ്റഡ് മോചനം. നിങ്ങളുടെ AC ഏതുമായിക്കൊള്ളട്ടെ, മികച്ച സർവീസിനായി വിളിക്കൂ ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മലങ്കര ജലാശയത്തിൽ 115 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം വടാട്ടുപാറയിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് കയ്യാങ്കളി. UDF ജില്ലാ ചെയർമാൻ ഷിബു തെക്കുംപുറം ചെയർമാനായ എന്റെ നാട് കൂട്ടായ്മയുടെ വടാട്ടുപാറയിൽ സംഘടിപ്പിച്ച യോഗമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെയും ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡയാലിസിസ് രോഗികളുടെ സംഗമം നടത്തി. പൊതുസമ്മേളനം ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. വേനൽ രൂക്ഷമാകും മുമ്പ് കുടിവെള്ളക്ഷാമം നേരിട്ടിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ വാഹനത്തിൽ വെള്ളവുമായി എത്തിയ വനിതാ കൗൺസിലർ ശ്രദ്ധേയയായി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. തുമ്പിക്കൈക്ക് അടിച്ചു വീഴ്ത്തി ഗുരുതരമായി പരിക്കേറ്റയാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വാർത്തകൾ വിശദമായി. മലങ്കര ജലാശയത്തിൽ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ PA വേലുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. അറക്കുളം പഞ്ചായത്തിന്റെ പ്രവേശന കവാടമായ കാഞ്ഞാറിൽ ലേക്ക്വുഡ് ഹോട്ടലിന് സമീപം മലങ്കര ജലാശയത്തിൽ 115 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെയും ഇറിഗേഷൻ പദ്ധതിയുടെയും ഉദ്ഘാടനമാണ് നടത്തിയത്. സംരക്ഷണ ഭിത്തിയും അനുബന്ധ ഇലക്ട്രിക്കൽ പ്രവൃത്തികളുമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അറക്കുളത്ത് ജലസേചന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ജലവിതരണം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നീ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ് KM മാണി കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ പദ്ധതിക്കായി 9.90 കോടിയുടെ ഭരണാനുമതി ലഭ്യമായിട്ടുള്ളത്. ജലസേചനത്തിന് 3.5 കോടി മുടക്കി നടപ്പാക്കുന്ന KM മാണി മൈക്രോ ഇറിഗേഷൻ പദ്ധതി KIADCയുടെ മേൽനോട്ടത്തിലാണ് നടപ്പാക്കുക. വാർഡ് മെമ്പർ PA വേലുക്കുട്ടന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഒരു പദ്ധതി വന്നിട്ട് എൻ്റെ അംഗീകാരം എല്ലാം കിട്ടി. നമുക്ക് താൽക്കാലികമായി ഇതിലുണ്ടായിരുന്നൊരു പ്രശ്നം, ഒരു അംഗീകാരത്തിനൊരു ചെറിയ ഒരു തടസ്സം കോൺട്രാക്ടർ രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാബിനറ്റ് അപ്രൂവ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇന്നലെ രാത്രി 7:30 മണിക്ക് തുടങ്ങി 10:30 മണിക്ക് അവസാനിച്ച മന്ത്രിസഭാ യോഗത്തിൽ
അത് നമുക്ക് ക്ലിയർ ചെയ്ത് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ തടസ്സങ്ങളും തീർന്ന് ടെൻഡർ എടുത്ത് ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് വെച്ച സ്ഥിതിക്ക് നമുക്ക് ഈ പണി ആരംഭിക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ളത് ചെക്ക് ഡാമിന് 10 കോടി രൂപയാണ് ചെക്ക് ഡാമിന് വേണ്ടി കൊടുക്കുന്നത്. ഇവിടെ 2 പ്രധാന പ്രപ്പോസലാണ്. ഒന്ന്, നമുക്ക് ഈ പ്രദേശത്തെ ടൂറിസം സാധ്യത, ഇപ്പോൾ കാഞ്ഞാറിലേക്ക് വരുന്ന പദ്ധതി, ആ പദ്ധതിയെക്കുറിച്ചൊക്കെ ഞാനും ആ വാർത്ത ശ്രദ്ധിച്ചു. എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഏത് അന്വേഷണം വേണം നടത്തിക്കൊണ്ട്, ഏത് കോടതിയിലും കേസ് കൊണ്ട്, പക്ഷേ നാട്ടിൽ വരുന്നൊരു കേസിനെ, ഒരു കാര്യത്തെ ഇങ്ങനെ ദുർബലപ്പെടുത്താൻ, നാടിൻ്റെ വികസന രംഗത്തുണ്ടാകുന്ന കാഴ്ചപ്പാടുകളെ മോശമാക്കി കാണുന്ന ഒരു ചിത്രം രാഷ്ട്രീയപരമായിട്ട് പോലും അത് ഒരു മോശമായ അവസ്ഥയാണ്. ഇതൊരു 116 കോടിയുടെ പദ്ധതിയാവുന്നെങ്കിൽ അനുബന്ധമായി നാട്ടിൽ 2 കോടിക്കും 3 കോടിക്കും ഒക്കെ പറ്റുന്ന ആൾക്കാർക്ക് പുതിയ പുതിയ സ്കീം എടുക്കാനുള്ള അംഗീകാരമാണ് ഇതിലൂടെ നൽകപ്പെടുന്നത്. കാര്യം ഇറിഗേഷൻ ടൂറിസം എന്നൊരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്. കേരളത്തിൽ ആദ്യമാണ്. ഇപ്പം പണിയെടുക്കുന്ന ഒരാൾ 10-200 കോടി രൂപ മുടക്കിയാൽ ആ 200 കോടി സർക്കാർ മുടക്കുമല്ലോ. 200 കോടി അവർ മുടക്കി, അവർ ചെയ്ത് അതിന് നേട്ടത്തിൻ്റെ ഇത്ര ശതമാനം സർക്കാരിനും കൊടുത്ത് 30 വർഷം കഴിയുമ്പം ഈ സ്ഥലവും സ്ഥാപനവും ഇതും എല്ലാം കൂടെ സർക്കാരിലേക്ക് കൊടുക്കുക. അല്ല ആരെങ്കിലും പണം മുടക്കുക. ഞാൻ ആദ്യം കേൾക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് അന്വേഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. പക്ഷേ നാട്ടിൽ നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ നാടിൻ്റെ ഡെവലപ്മെന്റ്സിനനുസരിച്ച് വരുന്നതാണെന്നൊരു ധാരണ എല്ലാവരും വെച്ചു പുലർത്തണം. പഞ്ചായത്ത് മെമ്പർ PD സുമോൻ, KL ജോസഫ്, ടോമി കുന്നേൽ, അജി കുന്നത്ത് എന്നിവർ ആശംസകൾ നേർന്നു. KIIDC പ്രോജക്ട് ഓഫീസർ ജോയൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോസഫ് J. ഓലിക്കൽ സ്വാഗതവും സാജു കുന്നേമുറി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോതമംഗലം വടാട്ടുപാറയിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് കയ്യാങ്കളി UDF ജില്ലാ ചെയർമാൻ ഷിബു തെക്കുംപുറം ചെയർമാനായ എന്റെ നാട് കൂട്ടായ്മയുടെ വടാട്ടുപാറയിൽ സംഘടിപ്പിച്ച യോഗമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. എന്റെ നാടിനെ ഉപയോഗിച്ച് കോൺഗ്രസുകാരെ കേരള കോൺഗ്രസ് ആക്കുന്ന നടപടിയെ ചോദ്യം ചെയ്ത വടാട്ടുപാറയിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേരള കോൺഗ്രസ് പ്രവർത്തകർ അകാരണമായി മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ ഷിബു തെക്കുംപുറം ചെയർമാനായ എന്റെ നാട് കൂട്ടായ്മയുടെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വടാട്ടുപാറയിലെ യോഗം കയ്യാങ്കളിയിൽ കലാശിച്ചു. ഷിബു തെക്കുംപുറം ചാരിറ്റി പ്രവർത്തനം എന്ന നിലയിൽ രൂപീകരിച്ച എന്റെ നാടിന്റെ യോഗമാണ് ഞായറാഴ്ച വൈകിട്ട് വടാട്ടുപാറയിൽ വിളിച്ചു ചേർത്തത്. എന്നാൽ ഇത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യോഗമാക്കി മാറ്റുകയായിരുന്നു. എന്റെ നാടിനെ ഉപയോഗിച്ച് കോൺഗ്രസുകാരെ കേരള കോൺഗ്രസ് ആക്കുന്ന നടപടിയെ ചോദ്യം ചെയ്ത വടാട്ടുപാറയിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കേരള കോൺഗ്രസ് പ്രവർത്തകർ അകാരണമായി മർദ്ദിക്കുകയായിരുന്നു. പരിക്കേറ്റ കോൺഗ്രസ് പ്രവർത്തകരെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തർക്കം തുടങ്ങിയതോടെ നേതാക്കൾ പിൻവലിഞ്ഞു. ഇതിനു മുൻപും കോൺഗ്രസുകാരെ കേരള കോൺഗ്രസ് ആക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കോൺഗ്രസിനകത്ത് വ്യാപക പ്രതിഷേധവുമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ എന്റെ നാട് യോഗമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഷിബു തെക്കുംപുറം ഉപഭോക്താക്കളെ വിളിച്ചു ചേർത്ത് കേരള കോൺഗ്രസിന്റെ വൻ സമ്മേളനമാക്കി ചിത്രീകരിക്കുന്നതിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്റെ നാട് വഴി കോൺഗ്രസുകാരെ കേരള കോൺഗ്രസിൽ ചേർക്കുന്ന ഷിബു തെക്കുംപുറത്തിന്റെ തന്ത്രം രാഷ്ട്രീയ മര്യാദ അല്ലെന്നും യൂത്ത് കോൺഗ്രസ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് ഡയാലിസിസ് രോഗികളുടെ സംഗമം നടത്തി. സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെയും ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഗമത്തെ തുടർന്ന് നടത്തിയ യോഗം ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. സെന്റ് മേരീസ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ പ്രസിഡന്റ് ഡോക്ടർ മെർലിൻ ഏലിയാസ് അധ്യക്ഷത വഹിച്ചു. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെയും ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഡയാലിസിസ് രോഗികളുടെ സംഗമം ലയൺസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. 10 ഒരാള് ഡയാലിസിസ് പേഷ്യന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ പെർസെന്റേജ് ഒന്ന് കൗണ്ട് ചെയ്തു. 10% ആൾക്കാര് ഈ രോഗം ഉണ്ട് എന്നാണല്ലോ എൻ്റെ അർത്ഥം. അതാണ് അങ്ങനെ വരുമ്പോഴാണ് ലയൺസ് ക്ലബ് ഓഫ് ഇന്റർനാഷണലും ഈ ലയൺസ് ക്ലബും എല്ലാം ഈ V0 എന്ന് പറഞ്ഞൊരു പദ്ധതിയുമാക്കിയായി ഈ പേഷ്യൻസിനെയൊക്കെ സഹായിക്കുവാനും അവർക്ക് ഇനി ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കുവാനും അതുപോലെ തന്നെ വന്ന രോഗികൾക്ക് അതിന് ആത്മവിശ്വാസം പകരുന്നതിനും ഒക്കെ അതുപോലെ ഉല്ലാസം പകരുവാനായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാമൊക്കെ ആയി വരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്.
സെന്റ് മേരീസ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ തോമസ് എബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തി. ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ പ്രസിഡന്റ് ലയൺ ഡോക്ടർ മെർലിൻ ഏലിയാസ് അധ്യക്ഷ പ്രസംഗം നടത്തി. ഡയാലിസിസ് പ്രോജക്ട് കോർഡിനേറ്റർ കെ രാമചന്ദ്രൻ, ലയൺസ് ക്ലബ്ബ് ഓഫ് തൊടുപുഴ സെക്രട്ടറി സ്റ്റീഫൻ ജോസ് പുളിമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. സെന്റ് മേരീസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മാത്യു എബ്രഹാം, ലയൺസ് ക്ലബ്ബ് അംഗങ്ങളായ പി ജെ ജോസ്, ആർ ജയശങ്കർ, അജു പുരുഷോത്തമൻ എന്നിവർ സന്നിഹിതരായിരുന്നു. രോഗി സംഗമത്തിനോടനുബന്ധിച്ച് ഡയാലിസിസ് പേഷ്യൻസ് അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ സോനു മാനുവൽ, IDA പാസ്റ്റ് നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ഏലിയാസ് തോമസ്, സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഡയാലിസിസ് ഇൻചാർജ് ആശാ കൃഷ്ണൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. തുടർന്ന് ഡയാലിസിസ് രോഗികൾ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ സദസ്സിനോട് പങ്കുവച്ചു. ഡയാലിസിസ് രോഗികൾക്കുള്ള സൗജന്യ BP അപ്പാരറ്റസ് വിതരണവും ഇതിനോടനുബന്ധിച്ച് നടത്തി. സംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ കലാപരിപാടികളും ഡയാലിസിസ് രോഗികളുടെ വിവിധ മത്സരങ്ങളും ചടങ്ങിന് മിഴിവേകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന നഗരസഭയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ സർവ്വതോന്മുഖമായ മാറ്റം ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയാണെന്ന് മന്ത്രി പറഞ്ഞു. ടാറിടാത്ത റോഡുകൾ ഇല്ലാതെയായെന്നുള്ളത് നാട്ടിലെ വികസനത്തിന്റെ നേർക്കാഴ്ചയാണെന്നും അദ്ദേഹം പറഞ്ഞു. കട്ടപ്പന നഗരസഭയിലെ വിവിധ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നാടിന്റെ സർവ്വതോന്മുഖമായ മാറ്റം ഗതാഗത രംഗത്തുണ്ടായ പുരോഗതിയാണെന്ന് മന്ത്രി പറഞ്ഞു. ടാറിടാത്ത റോഡുകൾ ഇല്ലാതായെന്നുള്ളത് നാട്ടിലെ വികസനത്തിന്റെ നേർക്കാഴ്ചയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഞാൻ പോകുന്ന വഴിക്ക് നോക്കുകയായിരുന്നു. ടാറിടാത്ത ഒരു റോഡ് നമ്മുടെ പ്രദേശത്ത് ഇല്ലാത്തൊരവസ്ഥയായി. നമ്മുടെ മാറ്റം വളരെ പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ അറിയാൻ നമുക്ക് സാധിക്കുന്നു. ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ 3-ാം വാർഡിൽ വെളിഞ്ഞാലിപ്പടി മാന്നാനപ്പടി റോഡിന് 35 ലക്ഷം രൂപയാണ്. അതോടൊപ്പം തന്നെ പാലപ്പനാപ്പടി അന്തിക്കാനമ്പടി റോഡിന് 20 ലക്ഷം രൂപ അനുവദിച്ചു. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് നൽകിയ വലിയ പിൻബലമാണ് എനിക്കിതെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. നന്ദിപൂർവ്വം ഓർക്കുന്നു. ഏറെ സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാം അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നഗരസഭയിലെ വെള്ളിഞ്ഞാലിപ്പടി, മാന്നാനമ്പടി റോഡ്, പാലത്തിനാൽപ്പടി, മന്തിക്കാനമ്പടി റോഡ് എന്നീ റോഡുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത്. വെള്ളയാംകുടി കൊങ്ങിണിപ്പടവിൽ ചേർന്ന യോഗത്തിൽ കട്ടപ്പന നഗരസഭാ കൗൺസിലർമാരായ KP സുമോദ്, ഷാജി കൂത്തോടി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ഷാജി പാലത്തിനാൽ, സജീവ് കൊച്ചുകുടി, സോജൻ വെളിഞ്ഞാലിൽ, ലീലാമ പേരാലിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. യൂണിറ്റിലെ നിരവധി അംഗങ്ങൾ കുടുംബസമേതം പങ്കെടുത്തു. യൂണിറ്റ് രക്ഷാധികാരി AT ജോർജ്, പ്രസിഡന്റ് നസീർ PM, ജില്ലാ വൈസ് പ്രസിഡന്റ് ET ചന്ദ്രസേനൻ, വനിതാ ഫോറം പ്രസിഡന്റ് ശ്രീജ ദിവാകരൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. മലയൻകീഴിലുള്ള വിമുക്തപട ഭവനിൽ വെച്ചാണ് കോതമംഗലം നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തിയത്. യൂണിറ്റിലെ നിരവധി അംഗങ്ങൾ കുടുംബസമേതം പങ്കെടുത്തു. യൂണിറ്റ് രക്ഷാധികാരി AT ജോർജ്, പ്രസിഡന്റ് നസീർ PM, ജില്ലാ വൈസ് പ്രസിഡന്റ് ET ചന്ദ്രസേനൻ, വൈസ് പ്രസിഡന്റുമാരായ സരിദാസ് നാരായണൻ നായർ, ജോഷി പൊട്ടക്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വനിതാ ഫോറം പ്രസിഡന്റ് ശ്രീജ ദിവാകരൻ, ലഫ്റ്റനന്റ് കേണൽമാരായ ഗ്രേസി ഷിബു, പ്രേമസുധ, ബിന്ദു KP, MM മീരൻ, PK ഉബൈസ്, അബ്ദുൽ KM, നൌഫൽ MK എന്നിവർ നേതൃത്വം വഹിച്ചു. വേനൽ രൂക്ഷമാകും മുമ്പ് കുടിവെള്ളക്ഷാമം നേരിട്ടിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ വാഹനത്തിൽ വെള്ളവുമായി എത്തിയ വനിതാ കൗൺസിലർ ശ്രദ്ധേയയായി. തൊടുപുഴ നഗരസഭ 31-ാം വാർഡ് കൗൺസിലർ നിഷ സോമനാണ് ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് നേരിട്ടെത്തിയത്. KPCC ജനറൽ സെക്രട്ടറിയായ നിഷ സോമന്റെ പ്രവർത്തനം വാർഡിലെ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ജനപ്രതിനിധികൾ ഇങ്ങനെയായാൽ ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ മാറ്റം വരുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഹലോ, വെള്ളം വന്നില്ല മാഡം. അന്നാ വെള്ളിയാഴ്ച മാഡം വന്ന ദിവസം ഞാൻ പറഞ്ഞില്ല 200 ലിറ്റർ ടാങ്ക് കിട്ടിയെന്ന്. അതേ ഉള്ളു, പിന്നെ വന്നിട്ടില്ല, ഒരു തുള്ളു പോലും വന്നിട്ടില്ല. നിങ്ങളിപ്പോ എന്താ ചെയ്യുന്നത് വെള്ളത്തിന്? ഞങ്ങളിപ്പോ ഉള്ള വെള്ളം കൊണ്ട് തന്നെ കഷ്ടിച്ച് പിടിച്ചു പോകുന്നു. കഴിഞ്ഞ ദിവസം തോട്ടിൽ പോയി, ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തോട്ടിൽ പോയി. തുണിയെല്ലാം കൂടെ ചാക്കിൽ വാരിക്കെട്ടി അവിടെ നടുക്കണ്ടത്തിൽ ആ ഫിലിപ്പിയേറ്ററിന്റെ ഫ്രണ്ടിലെ കടവിൽ പോയി. 150 രൂപ ഓട്ടോക്കാശം കൊടുത്ത് അലക്കാൻ കടയിൽ കുളിക്കാൻ വേണ്ടി. പിന്നെ കുടിക്കാനുള്ള വെള്ളം അപ്പുറത്ത് രാവിലെ പോയി 2-3 കുടം കോരിക്കൊണ്ട് വരും. രാവിലെ ഉള്ളത് പിന്നെ വെട്ടാൻ തുടങ്ങുമല്ലോ. രാവിലെ ഇച്ചിരി വെള്ളം ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, നാളെ നോക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം കേട്ടോ. നാളെ ആവട്ടെ, നേരം വിളിക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ, ശരി.
തൊടുപുഴ നഗരസഭ 31 വാർഡിലെ കുറുകുന്ന് ഭാഗം, സൺവ്യൂ വില്ല, തൊട്ടിക്കട ഭാഗം, ഷിറോസ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് വെള്ളം എത്താത്തത്. വേനൽ കനക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. വെള്ളം മുകൾ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ താഴെയുള്ള വാൽവ് പൂട്ടണം. വാൽവ് ഓപ്പറേറ്റർമാരാണ് ഇത് ചെയ്യേണ്ടത്. എന്നാൽ അത് അവർ കൃത്യമായി ചെയ്യാത്തതിനാലാണ് സ്ഥിതിഗതികൾ ഇത്രയും വഷളായതെന്നാണ് ജനങ്ങൾ പറയുന്നത്. വാൽവ് ഓപ്പറേറ്റർമാർ വാട്ടർ അതോറിറ്റിയുടെ ഡെയിലി വേജിൽ കയറിയവരാണെന്നും ആക്ഷേപമുയരുന്നു. കരാറുകാർ മെയിന്റനൻസ് വർക്കാണ് ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു. വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിലാണ് വാർഡ് കൌൺസിലർ നിഷ സോമൻ വാഹനത്തിൽ വെള്ളവുമായി എത്തിയത്. KPCC ജനറൽ സെക്രട്ടറിയായ നിഷ സോമന്റെ പ്രവർത്തനം വാർഡിലെ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ജനപ്രതിനിധികൾ ഇങ്ങനെയായാൽ ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ മാറ്റം വരുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. തൊടുപുഴ വാട്ടർ അതോറിറ്റി AXE കണ്ട് നിരവധി പരാതികൾ നൽകിയതാണ്. വാർഡംഗങ്ങളുമായി നേരിട്ടെത്തിയും പരാതി നൽകിയിരുന്നു. എന്നിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും നിഷ സോമൻ പറഞ്ഞു. 2 ആഴ്ചയായി വീട്ടിൽ വെള്ളമില്ല എന്ന് പറഞ്ഞ് പ്രദേശവാസിയായ ഷിബു എടാട്ടെ വിളിച്ച് പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് വാഹനത്തിൽ വെള്ളം എത്തിക്കേണ്ടി വന്നത്. വെള്ളം എത്തിക്കുക എന്നതിനൊപ്പം വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ തന്റെ പ്രതിഷേധം കൂടിയാണ് ഇതെന്നും അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്നും നിഷ സോമൻ കൂട്ടിച്ചേർത്തു. നമ്മളിപ്പോ കുറെ ദിവസമായിട്ട് ഇവര് വിളിക്കുന്നു. 2 ആഴ്ചയോളമായിട്ട് വെള്ളമില്ല. ഇവിടെ ബാത്റൂമിൽ പോലും പോകാനായിട്ട് വെള്ളമില്ല. ഇവര് തോട്ടിലൊക്കെ പോയി 150 രൂപ ഓട്ടോറിക്ഷയിൽ കൂലി കൊടുത്തിട്ടാണ് തുണിയൊക്കെ അലക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സങ്കടം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിരാവിലെ തന്നെ ഈ വെള്ളവുമായിട്ട് ഇവിടെ എത്തേണ്ടി വന്നത്. ഇവിടെ അമൃതം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ പോകുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോകലും ഇവിടെ നടക്കുന്നില്ല. AE പലതവണ നമ്മൾ ബന്ധപ്പെട്ടു. ഇവിടെയുള്ള ഈ വാർഡിലെ അംഗങ്ങളുമായിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോവുകയുണ്ടായി. പക്ഷേ ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. കുറ്റകരമായ അനാസ്ഥയാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് വെള്ളം എത്തിക്കുക എന്നുള്ളത്. അതാണ് ഞാൻ ചെയ്തത്. ഒപ്പം ഈ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെയുള്ള എന്റെ പ്രതിഷേധം കൂടിയാണ്. അമൃതം കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഫയല് മുന്നോട്ട് നീക്കിക്കൊണ്ട് ഇവിടെ വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞതുപോലെ ഒരു 100 ലിറ്റർ വെള്ളമെങ്കിലും ഈ പരിസരത്തുള്ള ആളുകൾക്ക് എത്തിച്ച് ഇതിന് നടപടി സ്വീകരിക്കണമെന്നാണ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. കൃഷിയിടത്തിൽ തമ്പടിച്ചിരുന്ന കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ട യുവാവിനെ തുമ്പിക്കൈക്ക് അടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ ഇയാൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ചിന്നക്കനാൽ സിംഗുകണ്ടം കൊച്ചുതയ്യിൽ മധുവിനാണ് പരിക്കേറ്റത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എത്തി കാട്ടാനയെ തുരുത്തി. വേനൽ കടുത്തതോടെ ചിന്നക്കനാൽ സിംഗുകണ്ടം മേഖലകളിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാവുകയാണ്. കൃഷിയിടത്തിൽ മറഞ്ഞു നിന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയ യുവാവ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കൊച്ചുതയ്യിൽ മധുവിനാണ് പരിക്കേറ്റത്. മുഖത്തും നെഞ്ചിനും കാലുകൾക്കും പരിക്കേറ്റ മധു രാജാക്കാട് മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ്. മേഖലയിൽ കാട്ടാന ഇറങ്ങിയത് അറിയാതെ കൃഷിയിടത്തിലേക്ക് എത്തിയപ്പോഴാണ് ആന ആക്രമിച്ചത്. വേലിക്കരികിൽ നിന്ന് കാട്ടാന പെട്ടെന്ന് ആക്രമിക്കുകയായിരുന്നു. സാരമായി പരിക്ക് പറ്റിയ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ചേർന്ന് മധുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആന നമ്മുടെ പറമ്പിൽ നിന്നു പറഞ്ഞ് പെങ്ങൾ വിളിച്ചു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആന താഴത്തോട്ട് ഇറങ്ങിപ്പോയെന്ന് അളിയൻ പറഞ്ഞു. അളിയനും ഉണ്ടായിരുന്നു. നമ്മുടെ അതിരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സൈഡിൽ നിൽക്കുകയുള്ളൂ. അതിന് തൊട്ടടുത്ത് ഇങ്ങനെ എണ്ണ നിൽക്കുന്നത് അത്ര അടുത്തായി കഴിഞ്ഞാൽ ആനയാണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആന അടിച്ചു. ഞാൻ തെറിച്ച് കുറച്ച് അപ്പുറം വീണു. കല്ലെല്ലാം മലന്നടിച്ച് വീണു. അത് അത്ര കാണുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും സ്ഥലത്തെത്തി ആനയെ തുരത്തി. മധുവിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ നടപടികൾ വനംവകുപ്പ് സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ചിന്നക്കനാൽ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. നിങ്ങളുടെ സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ചാരുതയേകുവാൻ സാൻമിഡ് മേക്ക് ഓവർ ആൻഡ് വെഡിംഗ് റെന്റൽസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ പാലാനിക്കൽ ആർക്കേഡിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ മനോഹര നിമിഷങ്ങൾ കൂടുതൽ സൗന്ദര്യത്തോടെ അണിഞ്ഞൊരുങ്ങാൻ സാൻമിഡ് മേക്ക് ഓവർ ആൻഡ് വെഡിംഗ് റെന്റൽസ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷനിൽ പാലാനിക്കൽ ആർക്കേഡിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു വെറൈറ്റി ഐറ്റംസുമായിട്ട് വെഡ്ഡിംഗ് കളക്ഷനായിട്ട് ഇന്നിവിടെ ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നത്.
തമ്പുരാന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് എന്ന അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് കൗൺസിലർമാരായ രേണുക രാജശേഖരൻ, പ്രൊഫസർ ജെസി ആന്റണി, മുൻ കൗൺസിലർമാരായ സബീന ബിഞ്ചു, PG രാജശേഖരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബ്രൈഡൽ മേക്കപ്പ്, ഗ്രൂം മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ്, ഡാൻസ് മേക്കപ്പ്, ബെസ്പോക്ക് മേക്കപ്പ് തുടങ്ങി എല്ലാവിധ മേക്കപ്പ് വർക്കുകളും പ്രീ ബ്രൈഡൽ, ഗ്രൂമിംഗ് സർവീസസും സാരി ഡ്രാപ്പിംഗ് ആൻഡ് ഫോൾഡിംഗും ഇവിടെ ചെയ്തു നൽകും. കൂടാതെ വെഡ്ഡിംഗ് സ്യൂട്ട്, ബ്രൈഡൽ ജ്വല്ലറി തുടങ്ങിയവയുടെ വിപുലമായ റെന്റൽ കളക്ഷൻ മിതമായ വാടകയ്ക്ക് സാൻമിഡ് മേക്ക് ഓവർ ആൻഡ് വെഡ്ഡിംഗ് റെന്റൽസിൽ ഒരുക്കിയിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ്. പേര് സാൻമിഡ് മേക്ക് ഓവേഴ്സ് ആൻഡ് റെന്റൽസ് എന്നാണ്. ഇവിടെ തൊടുപുഴ കാഞ്ഞിരമറ്റത്താണ് നമ്മൾ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സർവീസസ് എന്ന് പറയുന്നത് ബ്രൈഡൽ റെന്റൽ ജ്വല്ലറീസ്, ഗ്രൂം വെഡ്ഡിംഗ് കോട്ടുകൾ, ഷെർവാണീസ് ഒക്കെയാണ്. പിന്നെ വെഡ്ഡിംഗ് മേക്കപ്പുകളുണ്ട്, ഗ്രൂമിനും ഉണ്ട്, ബ്രൈഡിനും ഉണ്ട്. പിന്നെ പ്രീ ബ്രൈഡൽ സർവീസസും ഉണ്ട്. ഇതെല്ലാം എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെയും കോതമംഗലം സെന്റ് ജോസഫ് ധർമ്മഗിരി ഹോസ്പിറ്റലിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സിബി കെ എ അധ്യക്ഷത വഹിച്ചു. കിഡ്നി രോഗത്തെക്കുറിച്ച് അറിയുന്നതിനും ചികിത്സാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഡോക്ടർ ജോൺസൺ പാണങ്കാട്ട് എഴുതിയ കനൽ മൂടിയ ഒറ്റയടിപ്പാതകൾ എന്ന പുസ്തകമാണ് കിഡ്നി രോഗികൾക്ക് അറിവ് പകരുന്നത്. തൊടുപുഴ ഉപാസന ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ഡോക്ടർ നിഷാന്ത് രവീന്ദ്രൻ പ്രകാശനം നിർവഹിച്ചു. അങ്കമാലി ജീവധാര ചെയർമാൻ ഡോക്ടർ സാജു ചാക്കോ ആദ്യ കോപ്പി സ്വീകരിച്ചു.
യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയുടെയും കോതമംഗലം സെന്റ് ജോസഫ് ധർമ്മഗിരി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്ലബ് പ്രസിഡന്റ് സിബി കെ എ അധ്യക്ഷത വഹിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ഡെറ്റി MSJ മുഖ്യപ്രഭാഷണം നടത്തി. ധർമ്മഗിരി ഹോസ്പിറ്റലിലെ വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഹോസ്പിറ്റൽ PROമാരായ ജോണി, ജിയോ, ക്ലബിന്റെ ഭാരവാഹികളായ ജിനിൽ ജോർജ്, ജോബി തോമസ്, സിനോ ചാക്കോ, സജി KP, സിമിലേഷ് അബ്രഹാം, ബാബു MD, ജയൻ ചന്ദ്രൻ, സുമേഷ് PU, റിമി ഫ്രാൻസിസ്, രാജമ്മ രാജൻ, ജിബിൻ K ജോമോൻ, ഹംസ PM, ബിനു KM, ജെസി ബേസിൽ, മായ പീതാംബരൻ, ബീന ബേബി, സിന്ധു വിൽസൺ, ജിഷ ജയൻ, സുമി സന്തോഷ് എന്നിവർ ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്തു. ക്യാമ്പിൽ രക്തപരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നിരവധി മ്യൂസിക് ആൽബങ്ങളുടെയും കനൽപൂവ്, പരുന്ത്, അവൾ അനാമിക, ലെസ്ബിയൻസ്, മോഡൽ ഗേൾ, ലെസ്ബിയൻസ് പാർട്ട് 2 തുടങ്ങിയ ഷോർട്ട് ഫിലിമുകളുടെയും വൻ വിജയത്തിന് ശേഷം KK വേണുഗോപാൽ കഥയും സംവിധാനവും നിർവഹിച്ച പുതിയ ഹ്രസ്വചിത്രം വേനൽ പൂക്കൾ റിലീസ് ചെയ്തു. സമഷ്ടി ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ നിരവധി ആളുകളാണ് വേനൽ പൂക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നതും KK വേണുഗോപാലാണ്. ദീപു ഇടശ്ശേരിയാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. ജെയിംസ് പള്ളിക്കമാലിൽ, ജൂഡി, സുകുമാർ അരിക്കുഴ, ഷാരോൺ, ദിവാകരൻ, രാമചന്ദ്രൻ, സാലു പന്തളം, റെജി, ടാക്സ്വേസ്, അഭിജ, ഇന്ദു തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു കുടുംബകഥയുടെ പശ്ചാത്തലത്തിൽ സംഭവബഹുലമായ ഒരു ഇതിവൃത്തം പുതുമയാർന്ന അവതരണ ശൈലിയാണ് ഈ ചിത്രത്തിൽ അനാവരണം ചെയ്തിരിക്കുന്നത്. ഞാൻ PSC കോച്ചിങ്ങിന് പോകുന്ന വഴിയിൽ ഒരാൾ എന്നെ എന്നും ഇഷ്ടത്തോടെ നോക്കി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ആദ്യമൊന്നും ഞാൻ അയാളെ കണ്ടതായി ഭാവിച്ചില്ല. പക്ഷെ പിന്നീട് ഞാൻ അറിയാതെ തന്നെ അയാളുമായി അടുത്തുപോയി. അരികിലുണ്ടെങ്കിൽ പ്രാണനീലെന്നും പ്രണയോത്സവം. നീ എന്നരികിലുണ്ടെങ്കിൽ പ്രാണനീലെന്നും പ്രണയോത്സവം. അനുഭൂതികളുടെ കൊടിയേറ്റം, കനവുകളിൽ വർണ്ണക്കുടമാറ്റം, ആത്മാവിൻ തിരുവരങ്ങിൽ രാധാമാധവ കഥയാട്ടം. നീ എന്നരികിലുണ്ടെങ്കിൽ പ്രാണനീലെന്നും പ്രണയോത്സവം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലായിൽ മത്സരം പൊടിപാറും. ജില്ലയിൽ 3 മുന്നണികളും പോരാട്ടത്തിനൊരുങ്ങി. ഇക്കുറി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ ചലനമുണ്ടാക്കി താമര വിരിയിക്കാൻ NDA കൂടി എത്തുന്നതോടെ ആവേശമുയരും. UDFന് മുൻതൂക്കം നൽകുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ. 9 നിയമസഭാ മണ്ഡലങ്ങളുള്ള കോട്ടയം ഇക്കുറി ആർക്കൊപ്പം നിൽക്കും? LDF അനുകൂല തരംഗം വീശിയടിച്ച 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും 5 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFന് വിജയിക്കാനായത്. പുതുപ്പള്ളിയും കോട്ടയം പാലായും കടുത്തുരുത്തിയും UDFനൊപ്പം നിന്നു. ഇക്കുറി ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ ഉൾപ്പെടെ ചലനമുണ്ടാക്കി താമര വിരിയിക്കാൻ NDA കൂടി എത്തുന്നതോടെ ആവേശമുയരും. UDFന് മുൻതൂക്കം നൽകുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ. ജില്ലാ പഞ്ചായത്തിൽ UDF 16, LDF 7, ബ്ലോക്ക് പഞ്ചായത്ത് UDF 9, LDF 2, നഗരസഭകളിൽ 6 UDF, പഞ്ചായത്തിൽ UDF 41, LDF 27, NDA 3 എന്നിങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നണികളുടെ പ്രകടനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലങ്കര ജലാശയത്തിൽ 115 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. മന്ത്രി റോഷി അഗസ്റ്റിൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം വടാട്ടുപാറയിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് കയ്യാങ്കളി. UDF ജില്ലാ ചെയർമാൻ ഷിബു തെക്കുംപുറം ചെയർമാനായ എന്റെ നാട് കൂട്ടായ്മയുടെ വടാട്ടുപാറയിൽ സംഘടിപ്പിച്ച യോഗമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ലോക വൃക്ക ദിനത്തോടനുബന്ധിച്ച് സെന്റ് മേരീസ് ഹോസ്പിറ്റലിന്റെയും ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡയാലിസിസ് രോഗികളുടെ സംഗമം നടത്തി. പൊതുസമ്മേളനം ലയൺസ് ക്ലബ് റീജിയണൽ ചെയർപേഴ്സൺ സൈജൻ സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. വേനൽ
രൂക്ഷമാകും മുമ്പ് കുടിവെള്ളക്ഷാമം നേരിട്ടിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സാഹചര്യത്തിൽ വാഹനത്തിൽ വെള്ളവുമായി എത്തിയ വനിതാ കൗൺസിലർ ശ്രദ്ധേയയായി. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാന ആക്രമണം. തുമ്പിക്കൈക്ക് അടിച്ചു വീഴ്ത്തി ഗുരുതരമായി പരിക്കേറ്റയാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.